ഹായ് ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ LP UP സിലബസ് ബേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. കേരള ചരിത്രം, അതിൽ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും. അപ്പോൾ നമുക്കറിയാം, കേരളം പണ്ട് 3 നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. അപ്പോൾ ഈ 3 നാട്ടുരാജ്യങ്ങളിലും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പ് സമരങ്ങൾ നടന്നിരുന്നു. ഓരോന്നിനും ഓരോരുത്തരും നേതൃത്വം നൽകിയിരുന്നു. അപ്പോൾ മലബാറിൽ നേതൃത്വം നൽകിയത് പഴശ്ശിരാജയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ രണ്ടാമത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂറിന് വേണ്ടി പോരാടിയ വേലുത്തമ്പി ദളവയും കൊച്ചി രാജ്യത്തിന് വേണ്ടി പോരാടിയ പാലിയത്തച്ഛനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേലുത്തമ്പി ദളവയെ പറ്റി നോക്കാം. അദ്ദേഹത്തിൻ്റെ ജനനം 1765 കന്യാകുമാരിയിലെ കൽക്കുളത്താണ്. അദ്ദേഹത്തിൻ്റെ തറവാട്ട് പേര് തലക്കുളത്ത് വീട്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വേലുത്തമ്പി ദളവ എന്ന് വന്നത്? ഈ ദളവ എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പദവിയാണ്. ദളവ എന്നാൽ പ്രധാനമന്ത്രി. അപ്പോൾ 1802 മുതൽ 1809 വരെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവയായിരുന്നു ഇദ്ദേഹം. അങ്ങനെയാണ് വേലായുധൻ തമ്പി എന്നുള്ളത് വേലുത്തമ്പി ദളവ എന്നായി മാറിയത്. ഇദ്ദേഹം ദളവയായപ്പോൾ തിരുവിതാംകൂറിൽ ചില ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. സാമ്പത്തിക അവസ്ഥ മോശമായതിനാൽ നായർ ബ്രിഗേഡ് അലവൻസ്, അതായത് യുദ്ധകാല അലവൻസ് വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇതിനെതിരെ നടന്ന ലഹളയാണ് പട്ടാള ലഹള 1804. അന്ന് നായർ ബ്രിഗേഡ് നേതാവ് എന്ന് പറയുന്നത് കൃഷ്ണപിള്ളയായിരുന്നു. പിന്നെ കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിച്ചു. ഹജൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജകീയമായത് അല്ലെങ്കിൽ ഭരണകൂടം എന്നൊക്കെയാണ് അർത്ഥം. കച്ചേരി എന്ന് പറയുന്നത് ഓഫീസ് അല്ലെങ്കിൽ കോടതി, അതായത് രാജകീയ കാര്യാലയം. തിരുവിതാംകൂർ ഭരണത്തിൻ്റെ കേന്ദ്രബിന്ദുവും പ്രധാന ഭരണസ്ഥാപനവുമായിരുന്നു ഈ ഹജൂർ കച്ചേരി എന്ന് പറയുന്നത്, നമ്മുടെ സെക്രട്ടേറിയറ്റ്. പിന്നെ സഞ്ചരിക്കുന്ന കോടതി ആരംഭിച്ചു. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി. ചങ്ങനാശ്ശേരി അടിമച്ചന്ത സ്ഥാപിച്ചു. ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്ത ഭരണപരിഷ്കാരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ വേലുത്തമ്പി ദളവയാവുന്നതിന് മുമ്പ് അവിട്ടം തിരുനാൾ രാജാവ് ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം ദുർബലനായ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിലെ ഭരണകാര്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് വേറൊരു 3 പ്രമുഖ വ്യക്തികളായിരുന്നു. അവരുടെ പേരാണ് ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തൂ തരകൻ. ഈ 3 പ്രമുഖരായിരുന്നു. അതായത് രാജാവ് ഉണ്ട് എന്ന് തന്നെയുള്ളൂ, പക്ഷേ ഈ 3 പേരാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർ 3 പേരും എങ്ങനെയായിരുന്നു? ധൂർത്തടിച്ചും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് അവരുടെ ആർഭാട ജീവിതം നയിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ 1799 കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ദളവയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ആളുകളെല്ലാം കൂടി ഇവരുടെ ഈ ആർഭാട ജീവിതത്തിന് അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ട് ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചു. അതാണ് ചിറയിൻ കീഴ് പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. നാഞ്ചിനാട് മുതൽ തിരുവനന്തപുരം വരെ നടന്നിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു ഈ ചിറയിൻ കീഴ് പ്രക്ഷോഭം എന്ന് പറയുന്നത്. അങ്ങനെ വേലുത്തമ്പി 1802 ദളവയായപ്പോൾ ആ 3 പ്രമുഖരുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അതിൽ മാത്തൂ തരകനാണ് ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ദൂർത്തടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ളൊരു ഉത്തരവ് വേലുത്തമ്പി ദളവ പുറപ്പെടുവിച്ചു. പക്ഷേ കേണൽ മെക്കാളെ എന്ത് ചെയ്തു? അതിനോട് എതിർത്തു, അത് റദ്ദ് ചെയ്തു. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്ക് വേലുത്തമ്പിനോടൊരു ദേഷ്യം തോന്നി. അങ്ങനെ 1805 വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്ക് വലിയൊരു തുക കപ്പം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ ഇതിൽ ദേഷ്യം വന്നിട്ടാണ് വേലുത്തമ്പി ദളവ അവിടുത്തെ നാട്ടുകാരുടെ അടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തൊരു പ്രഖ്യാപനം നടത്തിയത്. ഈ പ്രഖ്യാപനമാണ് 1809 ജനുവരി 11 നടന്ന കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ഈ വിളംബരത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നാട് നാട്ടുകാർ ഭരിക്കും എന്നായിരുന്നു. ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ നാഴികക്കല്ല് എന്നാണ് കുണ്ടറ വിളംബരം അറിയപ്പെടുന്നത്. ഇനി കുണ്ടറ വിളംബരത്തിനോട് ചേർന്ന് 1809 ജനുവരി 15 നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം. ഇനി കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രം ഇളമ്പല്ലൂർ ക്ഷേത്രം. അന്നത്തെ ബ്രിട്ടീഷ് റെസിഡൻറ്റ് കേണൽ മെക്കാളെ ആയിരുന്നു. അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ റെസിഡൻ്റ് ആയത് 1800 വേലുത്തമ്പി ദളവയാവുന്നത് 1802 അങ്ങനെ 1808 ഡിസംബറിൽ ദളവയും പാലിയത്തച്ഛനും കൂടെ മെക്കാളെ വസതി ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിക്കുന്നതോടുകൂടി ദളവയും പാലിയത്തച്ഛനും തമ്മിലുള്ള കൂട്ടുകെട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് 1809 മാർച്ച് 29 പത്തനംതിട്ടയിലെ മണ്ണടിയിൽ വെച്ചിട്ട്
ഇദ്ദേഹം ആത്മത്യാഗം ചെയ്തു. പക്ഷെ അതിൽ ദേഷ്യം വന്ന, അതായത് ബ്രിട്ടീഷുകാർക്ക് പിടിക്കാൻ കിട്ടിയില്ലല്ലോ, അദ്ദേഹത്തിന് പിടികിട്ടിയില്ലല്ലോ. അപ്പോൾ അതിൽ ദേഷ്യം വന്ന ബ്രിട്ടീഷുകാർ 1809 മാർച്ച് 29 അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി തിരുവനന്തപുരത്തുള്ള കണ്ണൻ മൂലയിൽ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു, മലബാർ ഭരിച്ചിരുന്ന പഴശ്ശിരാജയ്ക്ക് എന്ത് ചെയ്തിരുന്നു, ബ്രിട്ടീഷുകാർ, അന്നത്തെ കലക്ടറായിരുന്ന തോമസ് ഹാർവേ ബാബർ രാജകീയ ബഹുമതികൾ നൽകിയിരുന്നു. അദ്ദേഹത്തിന് ആ ബഹുമാനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊരു ബഹുമാനം ഇല്ല. അത്രയും ദേഷ്യമായിരുന്നു ഇവർക്ക് വേലുത്തമ്പി ദളവയോട് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ കണ്ണൻ മൂലയിൽ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി പ്രദർശിപ്പിച്ചത്. പിന്നെ പറയുന്നത് ഒരു നാട്ടുകൂട്ടം ഇളക്കം എന്ന് പറയുന്നതാണ്. അത് മുമ്പത്തെ ഒരു PYQ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ക്ലാസ് കേട്ടതാണ്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഞാനിവിടെ നിന്ന് പറയാം. അതായത് നാട്ടുകൂട്ടം ഇളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1882 വേലുത്തമ്പി ദളവയാവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ദളവയാവുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു തിരുവിതാംകൂറിൽ തന്നെ. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ആ സമയത്ത് നമ്മളുടെ ത്രിമൂർത്തികളുണ്ടല്ലോ, അവിട്ടം തിരുനാൾ ഭരിക്കാണ്ട് നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ത്രിമൂർത്തികളിൽ ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയുടെ അഴിമതിക്കെതിരെ നാട്ടുകാരെ കൂട്ടിയിട്ട് നടത്തിയ ആ ഒരു പ്രക്ഷോഭമാണ് നാട്ടുകൂട്ടം ഇളക്കം എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ്. വേലുത്തമ്പി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി, പത്തനംതിട്ട. വേലുത്തമ്പി ദളവയുടെ പ്രതിമ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. വേലുത്തമ്പിയുടെ വാള് നേപ്പിയർ മ്യൂസിയം, ഡൽഹി. വേലുത്തമ്പിക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പി. അദ്ദേഹമാണ് വിഴിഞ്ഞം തുറമുഖം, ബലരാമപുരം പട്ടണം, തിരുവിതാംകൂർ പോലീസ് സേന എന്നിവയ്ക്കൊക്കെ തുടക്കം കുറിച്ചത്. അടുത്ത് നമുക്ക് പാലിയത്തച്ഛനെ പറ്റി നോക്കാം. കൊച്ചി രാജ്യത്തെ പാലിയത്ത് എന്ന പ്രമുഖ നായർ തറവാട് കാരണവന്മാരെയാണ് നമ്മൾ ഈ പാലിയത്തച്ഛൻ എന്ന് വിളിക്കുന്നത്. 1632 തൊട്ട് 1802 വരെ കൊച്ചി നാട്ടുരാജ്യത്തിലെ പ്രധാനമന്ത്രിമാർ. കൊച്ചിയിൽ പാലിയം എന്നൊരു ചൊല്ലുണ്ട്. അതായത് കൊച്ചി രാജാവ് കഴിഞ്ഞാൽ അധികാരത്തിലാണെങ്കിലും സമ്പത്തിലാണെങ്കിലും പദവിയിലാണെങ്കിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഈ പാലിയത്തച്ഛന്മാരെന്ന് പറയുന്നത്. അതായത് അവിടെയുള്ളവരുടെയൊക്കെ പേരിൻ്റെ കൂടെ പാലിയത്തച്ഛൻ എന്നുള്ള ഒരു പേര് കൊടുക്കുക. ഡച്ചുകാരുടെ സഹായത്തോടെ ഒരു ഡച്ച് മോഡൽ കൊട്ടാരം അവർ നിർമ്മിച്ചു. പിന്നെ അതുപോലെ തന്നെ കൊച്ചി രാജ്യത്ത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് തുടക്കം കുറിച്ചൊരു സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം എന്താണെന്ന് നമുക്കറിയാം. 1936 നവംബർ 12 പുറത്തിറങ്ങിയ വിളംബരമാണ്. തിരുവിതാംകൂറിലെ ജനവിഭാഗങ്ങൾക്ക്, അതായത് അവർണ ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ട് ശ്രീ ചിത്തിര തിരുനാൾ ബലരാമവർമ്മ മഹാരാജാവ് പുറപ്പെടുവിച്ച വിളംബരമാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു തുടക്കം എന്ത് കാരണമായി? പാലിയം സത്യാഗ്രഹം കാരണമായി. അപ്പോൾ നമുക്ക് ഈ പാലിയം സത്യാഗ്രഹം എന്താണെന്ന് നോക്കാം. പാലിയം കുടുംബക്കാരെ പറ്റിയുള്ള 2-3 ഫാക്റ്റ് പറഞ്ഞതിന് ശേഷം പാലിയം സത്യാഗ്രഹം പറയാം. പാലിയം കുടുംബക്കാർ 1952 1 രൂപ വിലയ്ക്ക് ഉപാധികളില്ലാത്ത സർക്കാരിലേക്ക് നൽകിയ സ്ഥാപനമാണ് ചേന്നമംഗലം ഹൈസ്കൂൾ. അതായത് അവരുടെ ആസ്ഥാനം ചേന്നമംഗലമാണ്. പിന്നെ ഈശ്വര സേവാ ട്രസ്റ്റ്, അതായത് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഈ പാലിയം സ്വത്തുക്കൾ മുഴുവൻ നോക്കി നടത്തുന്നത് ഈ ഒരു ട്രസ്റ്റാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പാലിയം സത്യാഗ്രഹം നോക്കാം. 1947 പാലിയം സത്യാഗ്രഹം നടന്നത്. അതായത് പാലിയം ക്ഷേത്രത്തിന് മുന്നിലെ ചേന്നമംഗലം റോഡിൽ കൂടെ എല്ലാവർക്കും, അതായത് അവർണർക്കും അഹിന്ദുക്കൾക്കും ദളിതർക്കൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. ഈ പാലിയം സത്യാഗ്രഹം 97 ദിവസം നീണ്ടു നിന്നു. ഇത് 1947 ഡിസംബർ 4 മാറ്റപ്പാടത്ത് വെച്ച് C. കേശവൻ അദ്ദേഹമാണിത് ഉദ്ഘാടനം ചെയ്തത്. ചേന്നമംഗലം റോഡിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പാലിയം സത്യാഗ്രഹം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് പാലിയത്തച്ഛന്മാർ, ആ തറവാട്ടിലുള്ളവർ പറഞ്ഞു അതവരുടെ സ്വകാര്യ സ്വത്താണ്. അതായത് ചേന്നമംഗലം റോഡ് എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യ സ്വത്താണ്, അതുകൊണ്ട് അതിലെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അവർ കോടതിയിൽ നിന്നൊരു സ്റ്റേ വാങ്ങി. എന്നിട്ട് ഇവരുടെ ഈ സത്യാഗ്രഹം ഒന്ന് അടിച്ചമർത്താൻ നോക്കി. പക്ഷെ ഒരുപാട് പ്രമുഖരുടെ പിന്തുണ ഈ പാലിയം സത്യാഗ്രഹം നടത്തിയവർക്ക് ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP, പുലയ മഹാസഭ, അതുപോലെ ആര്യാവള്ളത്തിൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് അന്തർജനങ്ങൾ, മറ്റു പ്രമുഖർ, അങ്ങനെ കുറേ പേര് ഈ സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1948 മാർച്ച് 12 AKG ഒരു മാർച്ച് നടത്തി. അതായത് അവർണരോടൊപ്പം താനും എന്ത് ചെയ്യും, ഈ ക്ഷേത്രത്തിൽ കയറും എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് അതിന് പറ്റിയില്ല. മാർച്ച് 6 തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയാണ്.
ഈ പാലിയം സത്യാഗ്രഹത്തിന് വേണ്ടി സൗഹൃദ ജാഥ നയിച്ചത് കെ കൗസല്യയാണ്. അതുപോലെ പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി എന്ന് പറയുന്നത് ജി വേലായുധനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി 97 ദിവസം നീണ്ടു നിന്ന ഈ പാലിയം സത്യാഗ്രഹം പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചനെ പറ്റിയിട്ടാണ്. നമ്മൾ പറഞ്ഞു ദളവയുടെ കൂടെ റെസിഡൻറ്റ് കേണൽ മെക്കാളയുടെ വസതി ആക്രമിക്കാൻ ഒരു പാലിയത്തച്ഛൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ഈ പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചൻ എന്ന് പറയുന്നത്. ശക്തൻ തമ്പുരാൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിന് ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ പിടിച്ചിട്ട് മദ്രാസ് ജയിലിൽ കൊണ്ടുപോയി, അവിടുത്തെ സെൻറ്റ് ജോർജ് കോട്ടയിൽ കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് അദ്ദേഹത്തിനെ ബോംബെയിലേക്ക് മാറ്റി 1832 അദ്ദേഹം മരിച്ചു. പിന്നീട് ഈ പ്രധാനമന്ത്രി പദവി ഇല്ലാതെയായി, ദിവാൻ പദവി വന്നു. കൊച്ചി പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു സംരക്ഷിത പ്രദേശമായിട്ട് മാറി. ഇതുമായി ബന്ധപ്പെട്ട് 2 ബുക്കുകളുടെ കാര്യം പറയുന്നുണ്ട്. പാലിയം ഹിസ്റ്ററി എഴുതിയത് MR രമാദേവി, പാലിയം ചരിത്രം എഴുതിയത് ശ്രീകുമാരി രാമചന്ദ്രൻ. അപ്പോൾ ക്ലാസ്സുകളെല്ലാവരും കാണുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി കൂടുതൽ ഫാക്ട്സും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. പിന്നെ ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും ബൈ, താങ്ക് യു.